Good morning, friends. I am Suleena. Today we are going to learn deductions from annual value of a house property which is let out. In the previous class, we learned the computation of annual value of a let out house under different situations. The income chargeable under the head income from house property in case of let out house shall be computed after making two important deductions from its annual value. One is a sum equal to 30% of the annual value as the standard deduction for the expenses except interest, which is explained in section 24A. And the second one is the interest on loan taken in respect of house property. കഴിഞ്ഞ ദിവസം ആനുവൽ വാല്യൂ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അതായത് ലെറ്റ് ഔട്ട് ഹൗസിൻ്റെ ആനുവൽ വാല്യൂ എങ്ങനെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ കണ്ടെത്തും എന്നുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്കറിയാം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് മാറ്ററാണ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഈ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന രണ്ട് ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ, ആസ് ഐ സെഡ് ഏർലിയർ, എ സം ഈക്വൽ ടു 30% of the annual value as the standard deduction for expenses except interest, which is explained in section 24A. അതിൽ ആദ്യം പറയുന്ന ഡിഡക്ഷൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ വാല്യൂയുടെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് നമുക്ക് കിട്ടും. അത് പൊതുവെ കൊടുക്കുന്നത് ഒരു വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലെറ്റിംഗ് ഔട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്നുള്ള എക്സ്പെൻസസ് വേറെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ. പക്ഷേ ഓരോ എക്സ്പെൻസും എത്ര രൂപയാണെന്ന് വെച്ചല്ല ഡിഡക്ഷൻ കൊടുക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്. ഇതിന് പൊതുവെ നമ്മൾ ആനുവൽ വാല്യൂവിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു പെർസെൻറ്റേജ് 30% ആണെന്ന് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത് വരുന്നത് വളരെ പ്രധാനമുള്ള ഒന്നാണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഇൻ റെസ്പെക്റ്റ് ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾക്ക് അറിയാം, ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഒരു വീട് നിർമ്മാണവുമായിട്ടോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതുമായിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു റിപ്പയർ വർക്കുമായിട്ടോ ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ലോൺ എടുക്കാറുണ്ട്. ഈ ലോൺ എടുക്കുന്നതിനുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ആ പെർട്ടിക്കുലർ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂവിൽ നിന്ന് ലെസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഓർ പർച്ചേസ് ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ഓർ റിപ്പയർ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി എറ്റ്സെട്ര. നമുക്കതൊരു വീട് നിർമ്മാണത്തിന് വേണ്ടി എടുക്കുന്ന ലോണാകാം, അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിന് എടുക്കുന്ന ലോണാകാം, അല്ലെങ്കിൽ വീടിൻ്റെ റിപ്പയർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ലോണൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ആ ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത്. ഈ രണ്ട് പ്രധാന ഡിഡക്ഷൻസാണ് സാധാരണ ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത്. ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്നറിയപ്പെടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് ലയബിൾ ടു ടാക്സ് അക്കോർഡിംഗ് ടു ഇൻകം ടാക്സ്. ഇനി ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനുമായിട്ട് ഞാൻ പറഞ്ഞു 30% ഓഫ് ദ ആനുവൽ വാല്യൂ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് ആനുവൽ വാല്യൂവിൽ നിന്ന് ലെസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ദിസ് ഫസ്റ്റ് യു നോ ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് 30% ഓഫ് ആനുവൽ വാല്യൂ ഷാൽ ബി ഡിഡക്റ്റഡ് വെദർ എനി എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകർഡ് ഓർ നോട്ട്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് എക്സ്പെൻസസ് ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം. ഇത് ഉണ്ടായാലും ഇല്ലെങ്കിലും 30% ഓഫ് ദ ആനുവൽ വാല്യൂ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് നമുക്ക് കിട്ടും എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കാം, ഇനി സെക്കൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്, ഇഫ് ദ ഓണർ ഓഫ് ദ ഹൗസ് ഓക്കുപ്പൈസ് മോർ ദാൻ 2 houses ഫോർ ഹിസ് റെസിഡൻഷ്യൽ പർപ്പസസ് എക്സെപ്റ്റ് 2 houses, all other self-occupied house or houses are deemed to be let out. In such a case, standard deduction at 30% of annual value shall be allowed. ഇവിടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു അസസിക്ക് 2 അതിൽ കൂടുതലോ വീടുകൾ ഉണ്ടെന്ന് കരുതുക. ഇത് റെസിഡൻഷ്യൽ പർപ്പസിനായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ അസസിയുടെ തീരുമാനപ്രകാരം 2 ഹൗസ് സെൽഫ് ഓക്കുപ്പൈഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ബാക്കിയുള്ളതുണ്ടെങ്കിൽ, വാടകയ്ക്ക് കൊടുത്തില്ലെങ്കിൽ പോലും അതിനെ എങ്ങനെ കണക്കാക്കും? ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡീംഡ് ലെറ്റ് ഔട്ട് ഹൗസിന് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. അതും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. തേർഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
in respect of two houses which are treated as self-occupied house, the standard deduction is not allowed. ഇവിടെ പറയുന്നൊരു കാര്യം, രണ്ടോ അതിൽ കൂടുതലോ ഹൗസാണ് സിറ്റുവേഷൻ, അതിൽ ഏതെങ്കിലും രണ്ട് ഹൗസ് അസസിക്ക് സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസാക്കി മാറ്റാമെന്നും നിയമം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസിന് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആനുവൽ വാല്യൂയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി അടുത്തൊരു ഡിഡക്ഷൻ വളരെ പ്രധാനമാണ്, നമ്മൾക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഇൻ റെസ്പെക്ട് ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി. Normally, the loans are taken for the purpose of purchase of house property or constructing or reconstructing or any repair of the house property. It is allowable as a deduction on the accrual basis. സാധാരണ നിലയിൽ ഇങ്ങനെ ലോൺ എടുക്കുമ്പോൾ ആ ലോൺ എമൗണ്ടിന് അല്ലെങ്കിൽ ലോൺ എമൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് അക്രൂവൽ ബേസിസിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇവിടെയും നമ്മൾ ഒന്ന് രണ്ട് പോയിന്റ് നോക്കുന്നത് നന്നായിരിക്കും. ദ ഫസ്റ്റ് വൺ, ദ ഇൻട്രസ്റ്റ് ഓൺ അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. നമുക്ക് അതായത് ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കുമ്പോൾ ആ ഇൻട്രസ്റ്റിന് മേൽ ചുമത്തുന്ന ഇൻട്രസ്റ്റ്, ആ അൺപെയ്ഡ് ഇൻട്രസ്റ്റിന് വേണ്ടുന്ന ഇൻട്രസ്റ്റിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതല്ല എന്ന് ഓർത്തിരിക്കുക. The second situation or second point to be noted is the interest on a fresh loan raised merely to repay the original loan taken for the purchase or construction or repair of the house property is allowable as a deduction under this section. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പുതിയ ലോൺ എടുക്കാൻ സാധ്യതയുണ്ട്. നിലവിലൊരു ലോൺ ഉണ്ടായിരുന്നു, ഒരു പുതിയ ലോൺ എടുത്തു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ലോൺ റീപേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആദ്യത്തെ ലോൺ റീപേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമത് ഒരു ഹൗസിംഗ് ലോൺ എടുക്കുകയും ആ ഹൗസിംഗ് ലോണ് ഒരു പക്ഷേ നമ്മുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പേരിലാകാം, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നു എന്ന് പറയുന്ന പേരിലാകാം. എനിഹൗ ഈ പറയുന്ന ലോൺ എടുത്തത് ആദ്യത്തെ ലോണ് റീപേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഈ ആനുകൂല്യം കിട്ടുന്നതാണ്. ആ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കണിന് നമ്മൾക്ക് തീർച്ചയായിട്ടും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. മൂന്നാമത് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, എനി ബ്രോക്കറേജ് ഓർ കമ്മീഷൻ പെയ്ഡ് ഫോർ റേസിംഗ് ദ ലോൺ ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ലോണൊക്കെ എടുക്കാൻ പാകത്തിന് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറ്റൊരാളുടെ സർവീസ് തേടിയെന്നിരിക്കാം, അല്ലെങ്കിൽ ചില കമ്മീഷൻ കൊടുത്തെന്നിരിക്കാം, ചില ബ്രോക്കറേജ് കൊടുത്തെന്നിരിക്കാം. ദീസ് ആർ ഓൾ ആസ് വി പീപ്പിൾ ആർ കൺസേൺ, ദീസ് ആർ എക്സ്പെൻസസ്. ബട്ട് these expenses are not allowed as a deduction, or any expenses like brokerage or commission that you paid for raising the loan is not deductible under this act. And the final point is very, very important, that is interest for pre-construction period or pre-acquisition period. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ വന്നേക്കാം. അതായത് നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞ് നമ്മുടെ വീട് നിർമ്മാണമോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിൻ്റെയോ ഇടയിലുള്ള പീരീഡ്, അതായത് വീട് നിർമ്മാണം നടത്തി ഫിനിഷ് ചെയ്യുന്ന സമയം വരെയുള്ള പീരീഡ്, ഏത് പ്രീവിയസ് ഇയറിനാണോ നമ്മൾ ലോൺ എടുത്തത് ആ പ്രീവിയസ് ഇയർ മുതൽ നമ്മൾ വീട് നിർമ്മാണം കഴിയുന്നത് വരെയുള്ള പീരീഡിലേക്ക് ഉള്ള ലോൺ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയും. ആ ഇൻട്രസ്റ്റ് ബിലോങ്ങിങ് ടു ദാറ്റ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഓൾസോ ഗെറ്റ് ഡിഡക്ഷൻ. So that is another point to be noted. That means the interest on loan taken as well as the interest belonging to the pre-construction period or pre-acquisition period, that is also eligible for getting deduction from the annual value. So to what extent it can be deductible? That is a question. So you can deduct the amount 1/5 of the such pre-construction period interest. So here you have to understand that for the current year's interest you will get the full amount as deduction according to certain restrictions which is laid out by the act that you have to follow, plus 1/5 of the interest on the pre-construction period loan, that also you will get deduction. So in this particular case you will get the current year's interest plus 1/5 of the pre-construction period interest, you will get deduction. For example, the pre-construction period interest is 1 lakh of rupees and the current year interest belongs to 25,000 rupees. In this respect, an assessee who has housing loan in connection with this, he can deduct or she can deduct up to 45,000 rupees from the annual value of that house property which is let out.
This is the calculation here is the 1/5 of rupees 1 lakh pre-construction period interest constitute 20,000 rupees, and current year interest consisted of 25,000. In total, 45,000 rupees you will get deduction from the annual value of the property which is let out. This is something connected with interest on loan taken for the purchase or acquisition of a house property. So in brief, we can say that there are two deductions from the annual value of the property. The one is standard deduction up to 30% of the annual value is considered to be standard deduction, and the second one, the interest on loan taken for the purchase or construction or the repair of the house property, including interest on pre-construction period. Hope you all understood the lesson. Thank you.